പ്രിയങ്ക ഇതുവരെ വന്നില്ലല്ലോ മോളെ. അവളെ കുറെ വിളിച്ചു വച്ചാ ഫോൺ എടുക്കുന്നില്ല. എടുക്കില്ല, കാണാനും വരില്ല. അവൾ എന്നോട് പൊറുക്കില്ല. അച്ഛൻ അവളോടൊന്ന് സംസാരിക്കണം മോളെ. എല്ലാം ഒന്ന് പറഞ്ഞു കൊടുക്കണം. മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്ന മാത്ര ആ പാവത്തിന്റെ ചെവിയിലെപ്പോ ഉള്ളത്. കുറച്ചു സമയം അവൾ അച്ഛൻ്റെ അടുത്ത് വന്നിരുന്നാല് അച്ഛനെ സംസാരിച്ച് അവളുടെ മനസ്സ് ശുദ്ധമാക്കിയെടുക്കാൻ പറ്റും. എങ്ങനെയെങ്കിലും ഒന്ന് വിളിച്ചോണ്ട് വരാം. ഒരാളുടെയും മനസ്സ് വേദനിക്കരുതെന്ന് അച്ഛന്. ഇപ്പോഴത്തെ വേദന അവൾ മറന്നേ പറ്റൂ. യാഥാർത്ഥ്യം അതല്ലേ? മതി മോളെ, ഇനി കുറച്ച് കഴിയട്ടെ. ഞാനിപ്പോ തന്നെ നേരിട്ട് പോവാം. ഞാൻ അവളെ അച്ഛന്റെ മുന്നിൽ കൊണ്ടുവന്നിരിക്കും. എന്നാ മോള് പോയിട്ട് വാ. കഴിച്ചോ മോളെ? ആ കഴിച്ചു അമ്മേ. അച്ഛന് പ്രിയങ്കയെ കാണണമെന്നാ പറയുന്നത്. കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ അച്ഛന് വാക്ക് കൊടുത്തു. എങ്ങനെ? അവള് കണിമംഗലത്തുണ്ടാകുമല്ലോ. കണിമംഗലത്തുനിന്ന് പടിയിറക്കിയാ പിന്നെ എങ്ങനെയാ ആ പടി തിരിച്ചു ചവിട്ടുന്നത്? നാണമില്ലാത്തവർക്ക് ചെന്ന് കയറാം. ആട്ടിയാലും തുപ്പിയാലും ഒന്നും ഒരു കുഴപ്പമില്ല. ജന്മന അന്തസ്സില്ലാത്തവർക്കേ അതും ഒരു അലങ്കാരമാണ്. അമ്മേ, എനിക്ക് കണിമംഗലത്തേക്ക് പോകാൻ പറ്റില്ല. ഞാൻ ചെന്ന് വരുണിനെ കാണാം. എന്നിട്ട് എങ്ങനെയെങ്കിലും പ്രിയയും കൂട്ടി ഞാൻ തിരികെ വരുള്ളൂ. സൂക്ഷിക്കണേ മോളെ. ആ പിന്നെ സൂക്ഷിക്കണം. നാശം ഉണ്ടാക്കാൻ സാധ്യതയുള്ള എല്ലാ എണ്ണത്തിനെയും സൂക്ഷിക്കണം. അമ്മേ, ഞാൻ പോയിട്ട് വരാം. ശരി. പ്രിയങ്ക ഏകദേശം ഇപ്പൊ ഹൈദരാബാദിൽ എത്തിയിട്ടുണ്ടാവണം. അവളെയും തേടിയ ഒരുത്തിയുടെ പോക്ക്. കണ്ടുപിടിച്ചത് തന്നെ. എന്താ ചെറിയമേ, സുഖാണോ? ഇവിടെയോ?